നമസ്കാരം. ഇന്ത്യൻ ഇൻസ്പിറേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് പല വെറൈറ്റീസ് ഓഫ് ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലത്താണ്. ചിക്കൻ ആയാലും ബീഫായാലും ഈവൻ സീ ഫുഡ് അടക്കം നല്ല സ്വാദോടുകൂടി നാടൻ രീതിയിൽ ഉണ്ടാക്കി തരുന്ന ഒരു സ്ഥലത്താണ് ഞാനുള്ളത്. ഇതെവിടെയെന്നല്ലേ? വല്ലാർപാടം കണ്ടെയ്നർ റോഡ് ടോളിനടുത്തുള്ള ചിരവ എന്ന ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്. ബീഫ് വിന്താലും ചിക്കൻ വിന്താലും ഡക്ക് മപ്പാസ് പിന്നെ സീ ഫുഡിൽ തന്നെ പല വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് ഐറ്റംസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല നാടൻ രീതിയിൽ നമ്മുടെ വീട്ടിൽ അതേ രുചിയിൽ അമ്മമാർ സെർവ് ചെയ്യുന്ന അതേ സെയിം ടേസ്റ്റിൽ ഒരു കുറവും വരാതെയാണ് ഇവരിവിടെ സെർവ് ചെയ്യുന്നത്. നമസ്കാരം. നമസ്കാരം. നിങ്ങളായിട്ട് തുടങ്ങി വെച്ചതാണോ ഈ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണോ അതോ നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടായിരുന്നോ? ഫാമിലി ബിസിനസ്? ശരിക്കും നമ്മുടെ ഇവിടുത്തെ കുക്കാണെങ്കിലും ശരി, ഇവിടെ ചെയ്യുന്ന എല്ലാവരും നമ്മുടെ ഫാമിലി റിലേറ്റഡ് ആൾക്കാർ തന്നെയാണ്. പിന്നെ ബിബിചേട്ടൻ പുള്ളിക്കാരൻ ഷിപ്പിൽ ഷെഫായിരുന്നു. അങ്ങനെ പുള്ളി ലീവിന് വന്നപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഉള്ളിൽ ചെറിയൊരു കണ്ടന്റ് വന്നു ചെയ്യാം. ഇപ്പം ഇങ്ങനെ ഒരു നല്ല സ്ഥലം നോക്കി കിട്ടിക്കഴിഞ്ഞപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നമുക്ക് അകത്ത് കുക്കിങ് കാര്യങ്ങളായിരുന്ന അമ്മ കുക്ക് ചെയ്യുന്നുണ്ട്. അമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള വിന്താലു, പോട്ടി, വറുത്തരച്ചത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അമ്മയുടെ സ്പെഷ്യലായിട്ട്. കംപ്ലീറ്റ്ലി ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് തന്നെയാണ്. എന്താ വെച്ചാൽ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ കുക്കിങ് കാര്യങ്ങൾ വരുന്നത്. അല്ലാതെ വേറെ പുറത്തുനിന്ന് അങ്ങനെ ആരും നമുക്ക് കുക്കിങ് കാര്യങ്ങളായിട്ട് വരുന്നില്ല. ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? നമുക്ക് സീ ഫുഡാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ബിന്ദാലു, ബോട്ടി, നാടൻ ഐറ്റംസ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ആൾക്കാർ അധികം തിന്ന് പരിചയമില്ലാത്ത രീതിയിലുള്ള സാധനങ്ങൾ. ഇപ്പോൾ വിന്താലു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ അത്യാവശ്യം നല്ല ഒരു ഐറ്റമാണ്, പക്ഷെ ആൾക്കാർക്ക് അധികം അറിയില്ല വിന്താലു എന്താണെന്നുള്ളത്. അത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തന്നെ 1-2 വെറൈറ്റീസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ മീൻകറിയും കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണ് പഴയ രീതിയിൽ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ. പിന്നെ കൊച്ചീസ് പഴയ സ്റ്റൈലുള്ള ബീഫ് റോസ്റ്റ് കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ കൊടുക്കാം. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഓതറൈസ്ഡ് ടേസ്റ്റും കാര്യങ്ങൾ എങ്ങനെ കൊടുക്കുന്നുള്ളത്. ഏറ്റവും കൂടുതൽ ഇവിടുന്ന് പോകുന്ന എന്ത് ഐറ്റമാണ്? സീ ഫുഡാണ്. നമുക്ക് ഉച്ചയ്ക്ക് അത്യാവശ്യം പോകുന്ന സീ ഫുഡ്സ് ആണ്. പിന്നെ വൈകുന്നേരവും പോകുന്നുണ്ട് സീ ഫുഡ്. സീ ഫുഡിന് പ്രിഫറൻസ് കൂടുതൽ കൊടുക്കുന്ന ആൾക്കാർ ഇപ്പോൾ ചോദിച്ചു വരുന്നുണ്ട് സീ ഫുഡ്സ് കാര്യങ്ങൾ. പിന്നെ നമുക്ക് സീ ഫുഡ് വരും. പിന്നെ വൈകുന്നേരത്തേക്ക് അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ഫിഷ് എങ്ങനെയാണ് അവൈലബിൾ അനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ല സ്റ്റോറിങ്ങും കാര്യങ്ങളും അങ്ങനെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം ഫിഷ് എങ്ങനെ നല്ല സ്റ്റോർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ മാക്സിമം ഫിഷസും കാര്യങ്ങളും ആലപ്പുഴയിൽ പോയിട്ട് പർച്ചേസ് ചെയ്യും. പിന്നെ മുനമ്പത്തുനിന്നും പർച്ചേസ് ചെയ്യും. അങ്ങനെ ചെയ്യാറ്. രാവിലെ പോയിട്ട് എങ്ങനെയാണ് നോക്കിയിട്ട് അങ്ങനെ എടുക്കാറ്. 11 to 11 ആണ് നമ്മളിപ്പോൾ ടൈം ഇപ്പോൾ വെച്ചേക്കുന്നത്. എന്താ വെച്ചാൽ രാവിലെ ഒരു ഉച്ചക്ക് മീൽസ് എന്നുള്ള രീതിയിൽ 11 to 3 വരെ ആയിരിക്കും മീൽസിൻ്റെ ടൈം പീരീഡ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അറബിക്കും ചൈനീസ് കാര്യങ്ങളെല്ലാം കൂടി വരുന്നുണ്ട്. കൂടുതലും ഈ ബിസിനസ് ടൈം ബിസിനസ് അവർ എപ്പോഴായിരിക്കും? നമുക്ക് ഇവിടെ പീക്ക് വരുന്നത് ഉച്ചക്ക് നല്ല അത്യാവശ്യത്തിന് വരുന്നുണ്ട്. ഒരു 1 to 3 ആ ടൈം പീരീഡ് അത്യാവശ്യത്തിന് പീക്ക് അവേഴ്സ് ഒക്കെ വരും. ഡെലിവറീസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? നമ്മൾ ഹോം ഡെലിവറീസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മളിപ്പോൾ കുക്ക് ചെയ്തിട്ട് മറ്റേ നമ്മൾ കാറ്ററിംഗ് ഓർഡേഴ്സ് പോലെ തന്നെ ചെറിയ ചെറിയ ഫംഗ്ഷൻസിനുള്ള ഒരു 40-50 ഫുഡ് ഇവിടുന്ന് അത്യാവശ്യം നമുക്ക് വീക്കിലി 100 പേര് 150 പേര്, അതായത് 10 പേര് തൊട്ട് 150 പേര് വരെയുള്ള ഓർഡേഴ്സ് നമുക്ക് കിട്ടാറുണ്ട്. നമ്മളിവിടുന്ന് ചെയ്ത് കൊടുക്കാറുണ്ട്. അതും കൂടുതലും സീ ഫുഡ്സ് ആണോ അവർ പ്രിഫർ ചെയ്യുന്നത്? അത് അവരുടെ അവൈലബിലിറ്റി എങ്ങനെയാണ് അവർക്ക് വേണ്ടത്, അവരുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ സീ ഫുഡ് ഇപ്പോൾ ഊണ് കൊടുക്കണമെങ്കിൽ ഊണ് നമ്മൾ സെർവ് ചെയ്യും. ഇപ്പോൾ സീ ഫുഡായിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഫിഷ് ബിരിയാണി, പ്രോൺസ് ബിരിയാണി, അങ്ങനെയാണെങ്കിൽ ബിരിയാണി ഐറ്റംസ് നമുക്ക് ഇവിടെ അത്യാവശ്യം മൂവിങ് ഉണ്ട്. നമ്മളിപ്പോൾ കോംബോ എന്നുള്ള രീതിയിൽ കൊടുക്കണത് നമുക്ക് പെർട്ടിക്കുലർ ഡേയ്സ് എന്നുള്ള രീതിയിലുണ്ട്. ഇപ്പോൾ ബുധനാഴ്ച നമ്മളിപ്പോൾ എന്തെങ്കിലും കോംബോ ഇടും. നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ഇപ്പോൾ നമുക്ക് ഏത് ഫിഷാ അല്ലെങ്കിൽ എന്താണ് നമുക്ക് റേറ്റ് കുറച്ച് കിട്ടുന്നത് വെച്ചിട്ട് അത് ഒരു അഫോർഡബിൾ റേറ്റിന് നമ്മളിപ്പോൾ സാധാരണ കഴിക്കുന്ന പോലെ തന്നെ ഒരു കോംബോ എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. സാധാരണ കഴിയുന്നതിനെക്കാട്ടും പൈസ കുറച്ച് ഒരു കോംബോ ഡിഷ് എന്നുള്ള രീതിയിൽ അങ്ങനെ കൊടുക്കാറ്. നമുക്കും ഇപ്പോൾ സ്റ്റൂ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പം സ്റ്റൂ എന്നുള്ള രീതിയിൽ ചില സമയങ്ങളിൽ പുട്ടും ബീഫും കൊടുക്കുന്നുണ്ട്. പിന്നെ പുട്ടും വിന്താലു കോമ്പോസ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാണ് നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ കോംബോ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത്. ഏത് കോമ്പോസ് ആണ് കസ്റ്റമേഴ്സ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്? പുട്ടും ബീഫും, പുട്ടും പോട്ടി മിക്സ് അങ്ങനത്തെ കോമ്പോസാണ്. മപ്പാസും കാര്യങ്ങളും, അപ്പം താറാവ് മപ്പാസ് അല്ലെങ്കിൽ ചിക്കൻ മപ്പാസ് കാര്യങ്ങളും കോംബോ ഐറ്റംസ്. പിന്നെ വിന്താലു ഐറ്റംസും അത്യാവശ്യം കോംബോ എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏത് ഡേയ്സിലാണ് കൂടുതലും കോമ്പോസ് പ്രൊവൈഡ് ചെയ്യുന്നത്?
നമ്മൾ വെനസ്ഡേയ്സും ഫ്രൈഡേയ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ കോമ്പോസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. നമ്മൾ പിന്നെ സാറ്റർഡേ സൺഡേ എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും. ഐറ്റംസ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. ഈ ഫാമിലി ബിസിനസ് ഒക്കെ നല്ലൊരു വെറൈറ്റി ഒരു ഐഡിയ ആണ്. അപ്പോൾ ഇത് നല്ല രീതിക്ക് പോട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഫ്യൂച്ചർ എയിംസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ അങ്ങ് അച്ചീവ് ചെയ്യട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ യുവർ ടൈം. ചിരവ റെസ്റ്റോറൻറ്റ് ഫസ്റ്റ് ടൈമാണ്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞു കേട്ടിട്ടാണ് ഇവിടെ വന്നിരുന്നത്. നല്ല ലൊക്കേഷനും നല്ല ഐറ്റംസ് ഫുഡൊക്കെ ഉണ്ട്. കൊഴുവ ഫ്രൈ എനിക്ക് പണ്ട് മുതൽ ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. ഇവിടെ ഒരു സ്പെഷ്യലായിട്ട് അത് ഫ്രൈ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ കൂന്തൽ, ബീഫ് ഫ്രൈ ഒക്കെ നന്നായിരുന്നു. ഫുഡ് നല്ലതാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. സീ ഫുഡ് ഞങ്ങളിവിടെ കാക്കനാട് സൈഡാണ്, അപ്പോൾ ഈ സൈഡ് ആദ്യമായിട്ടാണ് വരുന്നത്. ഫുഡൊക്കെ അടിപൊളിയാണ്. സീ ഫുഡ് ഞങ്ങൾ പ്രത്യേകം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ ഇഷ്ടമായിട്ടുണ്ട്. ഇപ്പോൾ ഫാമിലി ആയിട്ടാണ് വന്നേക്കുന്നത്. ഫുഡ് നല്ലതായിരുന്നു. മീൽസാണ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിച്ചത്. പിന്നെ സ്പെഷ്യൽ ചെമ്മീനും കൂന്തലാണ് എടുത്തത്. നമ്മൾ വീട്ടിൽ കഴിക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്തു. നല്ലതായിരുന്നു. ക്വാളിറ്റി, ക്വാണ്ടിറ്റി ആൻഡ് റീസണബിൾ പ്രൈസിൽ സീ ഫുഡ് കഴിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇത് ബെസ്റ്റ് സ്പോട്ടാണ്. നല്ല അടിപൊളി ഫുഡാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. നിങ്ങൾ എന്തായാലും വന്ന് ട്രൈ ചെയ്യണം. അടുത്ത എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരും. ദിസ് ഇസ് ഉത്തര സൈനിങ് ഓഫ്.